ഉമ്മ ബീഫും നെയ്ച്ചോറും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ സ്മെല്ല് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് തലവേദനയായിട്ട് അതുപോലെ ഇത് ചെയ്യും. തലവേദനയായിട്ട് ഛർദിച്ച് ഞാനൊരു വയ്യായി. ഇപ്പം അതേ ഇളനീര് വെള്ളം ഇവിടെ ഇഷ്ടം പോലെ ഇളനീര് പറിച്ച് വെച്ചിട്ടുണ്ടായി. നമ്മുടെ ഹൗസ് വാമിങ്ങിനെ സംബന്ധിച്ച് തേങ്ങ പറിക്കാൻ വന്നപ്പം അപ്പം അത് ഇതാക്കി തരിക. പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നറിയില്ല. കാണാത്തവർക്കായിട്ടാണ്. പൊങ്ങച്ചവും കാര്യങ്ങളും ചെയ്യാനും വേണ്ടിയിട്ടല്ല. അപ്പം നമ്മൾ ഹൗസ് വാമിങ്ങിന് നമ്മൾ വെച്ച ഫാന് റിമോട്ട് ഫാനാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക? വി ഗാർഡിൻ്റെതാട്ടോ. എൻ്റെ സിസ്റ്റർ തന്ന ലൈറ്റിഡ് സിസ്റ്ററുടെ ഗിഫ്റ്റായിരുന്നു വി ഗാർഡിൻ്റെ 2 ഫാന്. അതൊന്ന് മോനെ സ്വിച്ച് ഒന്നിട്ട് ഫാനിൻ്റെ മുകളിലോട്ട് കാണിച്ചു കൊടുക്കും. മോനെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? ആള് ലൈറ്റൊക്കെ കത്തിയതിന് ശേഷം മാത്രമേ എനിക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ അറിയില്ല. ഓഫായി. അപ്പം അതിന് എന്തൊക്കെയാ ഫെസിലിറ്റീസ് ഉള്ളതെന്ന് റിമോട്ടിൻ്റെ മുകളിലൊന്ന് കാണിച്ചു കൊടുക്കും. ഞാൻ ഫസ്റ്റ് ടൈം ഉള്ളത് പറയുന്നത്. നമ്മൾ പൊങ്ങച്ചം പറഞ്ഞിട്ടും നിങ്ങൾ 2 തല്ലുകൂടല്ലേ. ഇത് കേൾക്കട്ടെ, അല്ല പറയട്ടെ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് റിമോട്ടിൻ്റെ ഫാന്. AC-ക്കൊക്കെ റിമോട്ട് ഉണ്ട് എന്നല്ലാതെ ഫാനിന് റിമോട്ട് ഫസ്റ്റ് ടൈമാണ്. ഇത് റിമോട്ടിൻ്റെ മുകളിലാണ് വർക്ക് ചെയ്യുക. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ സ്വിച്ച് ഇട്ട് കുറച്ച് കഴിഞ്ഞാലാണ് ഇത് സെൻസറൊക്കെ ഓൺ ആയതിന് ശേഷമാണ് ഇത് കറങ്ങുക. അപ്പം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം അങ്ങനെ ഇതിൻ്റെ മുകളിൽ എന്തൊക്കെ ഉണ്ട്, എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. ഫാനൊന്നും കാണിച്ചോട് പോലെ 2 റൂമിൻ്റെ അകത്തും റിമോട്ടിൻ്റെ ഫാനാട്ടോ. അപ്പം അങ്ങനെ ഞാനിതൊന്ന് കുടിച്ചാൾട്ടെ. മധുരമുണ്ടോ? ഉണ്ട്. മധുരല്ലേ? ഇല്ല. അപ്പം അങ്ങനെയാണ്. അപ്പം ഇതാണ് റിമോട്ടിൻ്റെ ഫാനിൻ്റെ ഡീറ്റെയിൽ. ഏതായാലും ഒന്നും മിണ്ടാതിരിയടോ. ഞാൻ ഏതായാലും സൈഡായി. ഉമ്മാൻ്റെ നെയ്ച്ചോറ് വെപ്പുകൊണ്ട് എനിക്ക് ഈ നെയ്യിൻ്റെ ഒന്നും സ്മെല്ല് പിടിക്കൂല. പിന്നെ ബീഫട്ട് ഞാൻ കഴിക്കാറില്ല. എനിക്ക് വേറെ ചിക്കൻ എടുത്ത് റെഡിയാക്കുന്നുണ്ട്. ഞാൻ സ്മെല്ലടിച്ച് നോക്കുമ്പോൾ പായസം നെയ്യിലൊക്കെ വെച്ച് ഒന്നും കഴിക്കാനുള്ള ഇതില്ല. എനിക്കിപ്പോൾ ഡോക്ടർ കാണിക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ഈവനിങ് 2 ഇൻ്റർവ്യൂ ആണുള്ളത്. അപ്പം നമ്മൾ ഡേറ്റ് കൊടുത്ത് നമ്മൾ ടൈം കൊടുക്കുമ്പം അവരെ നമ്മൾ ഇതാക്കാൻ പാടില്ലല്ലോ. അപ്പം നോക്കിയിട്ട് ചിലപ്പോൾ പോയി കാണിക്കണം. പെരുന്നാൾ ഹോസ്പിറ്റലിൽ തംബ്ലൈനിട്ട് വീഡിയോസ് ചെയ്തോളൂ. ഓക്കെ.